ഗുഡ് ഈവനിങ്. നമ്മൾ നാലാമത്തെ സെഷനിലോട്ട് കടക്കുകയാണ്. ഇതിനു മുന്നേ 1, 2, 3 സീരീസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3 പാർട്ടുകളായിട്ട്. ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 വരെയുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി മുതൽ തുടങ്ങി ഹിസ്റ്ററിയിൽ ബിഹൈൻഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ റോൾ എന്തൊക്കെയാണ്, ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഐഡിയ പറഞ്ഞത്, ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ, പ്രിയാമ്പിളിന്റെ ഫാദർ ആരാണ്, എങ്ങനെയാണ് ഒരു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വന്നത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു, എപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു ആവശ്യം അംഗീകരിച്ചത്, എങ്ങനെയാണ് അംഗീകരിച്ചത്, എന്തുകൊണ്ടാണ് അംഗീകരിച്ചത്, എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്, എപ്പോഴാണ് കെയിം ഇൻ ടു ഫോഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, നാഷണൽ ആന്തം നിലവിൽ വന്നത് എപ്പോഴാണ്, നാഷണൽ സോങ് നിലവിൽ വന്നത് എപ്പോഴാണ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് നമ്മൾ നോക്കി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ പഠിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളിലെ ആദ്യത്തെ 4 പാർട്ട് നോക്കി. പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പേഴ്സിനെയും കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. ഇന്ന് നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോവുകയാണ്. പാർട്ട് 4 വരെയാണ് നോക്കിയത്. ഇനി നമുക്ക് പാർട്ട് 5 നോക്കാനുണ്ട്. യെസ്, ഈ പാർട്ട് 5-ലാണ് വലിയൊരു പാർട്ടാണ് പാർട്ട് 5. പാർട്ട് 5-ന്റെ അകത്താണ്. പാർട്ട് 5-ന്റെ അകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. പാർട്ട് 5-ൽ പറയുന്നത് ഫുള്ള് യൂണിയൻ ഗവൺമെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ളത് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ ഗവൺമെന്റിനോട് പാലിക്കേണ്ട ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നുണ്ട്. തീർന്നില്ല. ഗവൺമെന്റ് എന്നാൽ എന്താണ്, ആരൊക്കെയാണ് ഗവൺമെന്റിന്റെ അകത്ത് വരുന്നത് എന്ന കാര്യം, അവരുടെ പവറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പഠിപ്പിക്കും, ഡിസ്കസ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പാർട്ട് 5-ല് ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 151 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അകത്തുള്ള എല്ലാ ഗവൺമെന്റ് ബോഡീസിനെ പറ്റി പറയുന്നത്. അവിടെ ലെജിസ്ലേറ്റീവ് ലോ മേക്ക് ചെയ്യുന്ന അതോറിറ്റീസ്, പാർലമെന്റിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. പാർലമെന്റ് നമുക്ക് നിയമം ഉണ്ടാക്കുന്നത് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റിന്റെ ഒപ്പ്, ഇങ്ങനെ 3 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ബില്ല് ആക്ട് ആകുന്നത്. ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ ഒരു പുതിയ വഖഫിന്റെ നിയമം കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. അപ്പൊ അത് ആദ്യം ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭയാണെങ്കിൽ ലോക്സഭ അത് പാസ്സാക്കിയാൽ രാജ്യസഭയിലോട്ട് പോകും. രാജ്യസഭയും അത് പാസ്സാക്കിയാൽ പ്രസിഡന്റിന്റെ ഒപ്പിന് പോകും. പ്രസിഡന്റ് ഒപ്പിട്ട ആ ഒരു നിയമം ആക്ടായി, പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ലോ ഉണ്ടാക്കുന്ന ആളുകളാണ് പാർലമെന്റ്. പാർലമെന്റിനെ പറ്റി പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ബോഡീസ്, പ്രസിഡന്റ് ആരാണ്, വൈസ് പ്രസിഡന്റ് ആരാണ്, പിന്നെ അറ്റോർണി ജനറൽ ആരാണ്, അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ്. സെൻട്രൽ ലെവലിലുള്ള ജുഡീഷ്യറി, സുപ്രീം കോടതിയെ പറ്റിയും സുപ്രീം കോടതിയുടെ അധികാര പരിധികളെ പറ്റിയും ഒക്കെ അവിടെ പറയുന്നുണ്ട്. സുപ്രീം കോടതിയെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ചാപ്റ്റർ 4, പാർട്ട് 5-ലെ ചാപ്റ്റർ 4-ലാണ് യൂണിയൻ ജുഡീഷ്യറി, സുപ്രീം കോടതിയെ പറ്റിയൊക്കെ പറയുന്നത്. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അനുച്ഛേദങ്ങളിലായിട്ടാണ്, ആർട്ടിക്കിൾസിലായിട്ടാണ് സുപ്രീം കോടതിയെ പറ്റി പറയുന്നത്. സുപ്രീം കോടതിയിൽ നിലവിൽ 34 ജഡ്ജിമാരാണ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 34 പേരുകളും വരാൻ പാടുള്ളൂ. 34 ഇപ്പൊ നിലവിൽ 3 സ്ത്രീകളുണ്ട്, ബി നാഗരത്ന, ഹിമ കോഹ്ലി ആൻഡ് ബാല ത്രിവേദി. ബാക്കി 31 മെയിൽസ് ആണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും ചീഫ് ജസ്റ്റിസ്. ഇപ്പൊ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത്. ഉടനെ തന്നെ BR ഗവായി ആയി വരും. ഇതിനു മുമ്പ് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആയിരുന്നു, ഡോക്ടർ GY ചന്ദ്രചൂഡ് ആയിരുന്നു. അതിനു മുന്നേ ആരായിരുന്നു, UU ലളിത് സംതിങ്, പിന്നെ രമണ, UU ലളിത്, പിന്നെ അതിനൊക്കെ മുന്നേ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അങ്ങനെ ഒരുപാട് ഓർഡറിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 51ഓളം ചീഫ് ജസ്റ്റിസുമാർ ഇതുവരെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലയളവ് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയുടെ അച്ഛൻ, DY ചന്ദ്രചൂഡിന്റെ അച്ഛൻ YV ചന്ദ്രചൂഡ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലാവധി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇന്ത്യയിൽ ഇരുന്ന ആള്. ഏറ്റവും കൂടുതൽ കാലാവധി ജഡ്ജായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ഭഗവതി സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ഫാക്ടുകൾ ഉണ്ട്, നോക്കുക.
പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ, ഇന്ത്യയിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ഓഫീസറാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത പാർട്ടിലാണ് സ്റ്റേറ്റിന്റെ ബോഡീസിനെ പറ്റി പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാൽ എന്താണ്, സ്റ്റേറ്റിന്റെ അകത്ത് സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിലെ ആളുകൾ ആരൊക്കെയാണ്, സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, സ്റ്റേറ്റിൽ ഗവർണർ ഉണ്ടാവും, സ്റ്റേറ്റിന്റെ കീഴിൽ ഹൈക്കോടതികൾ ഉണ്ടാകും, സ്റ്റേറ്റിന്റെ കീഴിൽ ജില്ലാ കോടതികൾ കാര്യങ്ങൾ ഉണ്ടാകും. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് അടുത്ത പാർട്ടി പറയുന്നത്. ഇതൊക്കെ ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത പാർട്ടിയിലാണ് യൂണിയൻ ടെറിട്ടറീസ്. നമ്മുടെ നാട്ടില് സംസ്ഥാനങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇന്ത്യയില് 28 സംസ്ഥാനങ്ങൾക്കപ്പുറം 8-9, കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, 8-9 യൂണിയൻ ടെറിട്ടറീസ് ഇപ്പൊ ഇന്ത്യയിലുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഓക്കെ, മാഹിയൊക്കെ അതിൽ ഉൾപ്പെടും. പോണ്ടിച്ചേരി, മാഹി, പിന്നെ ഡൽഹി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ യൂണിയൻ ടെറിട്ടറിയുടെ അകത്ത് വരും. അപ്പൊ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയാണ് പാർട്ട് 8 പറയുന്നത്. പാർട്ട് 9 പഞ്ചായത്തുകളെ പറ്റി പറയുന്നുണ്ട്. പഞ്ചായത്ത് എന്നാൽ എന്താണ്, പഞ്ചായത്തിന്റെ ഭരണം ആരായിരിക്കണം നടത്തേണ്ടത്, പഞ്ചായത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം. പാർട്ട് 9A അകത്ത് മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. പാർട്ട് 9B അകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ പാർട്ട് 9 അകത്താണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള ബോഡീസിനെ പറ്റി പറയുന്നത്. പാർട്ട് 10 സ്കെഡ്യൂൾഡ് ട്രൈബ്, സ്കെഡ്യൂൾഡ് കാസ്റ്റ്, SC ST ആളുകളുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും അവരാരാണ്, അവർക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ നൽകണം, സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന സ്കെഡ്യൂൾ ട്രൈബ് ആൻഡ് സ്കെഡ്യൂൾ കാസ്റ്റ്, പട്ടികജാതി പട്ടികവർഗം, അവരുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പാർട്ട് 10 പറയുന്നത്. ആർട്ടിക്കിൾ 244 മുതൽ ആർട്ടിക്കിൾ 244A വരെയുള്ള ആർട്ടിക്കിളിലായിട്ട്. പിന്നെ ആർട്ടിക്കിൾ 11 റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ, അതായത് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ നേച്ചറുള്ള കൺട്രി ആണെന്ന് അറിയാം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ അധികാരവും സെൻട്രലിന് മാത്രമല്ല, സ്റ്റേറ്റിന് സെപ്പറേറ്റ് സ്റ്റേറ്റിന്റെ അധികാരം ഉണ്ടാവും, സെൻട്രലിന് സെൻട്രലിന്റെ അധികാരം ഉണ്ടാവും. നമ്മൾ നോക്കിക്കേ, കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ LDF സർക്കാരാണ്, സെൻട്രലിലാണെങ്കിൽ BJP NDA സർക്കാരാണ്. അപ്പോ രണ്ടും രണ്ട് സെപ്പറേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ സെൻട്രലിന് വേറെ സ്റ്റേറ്റിന് വേറെ. അപ്പൊ ഇങ്ങനെ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് ഫെഡറൽ നേച്ചറുള്ള കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് എങ്ങനെയാണ് അധികാരം വീതിക്കപ്പെടുന്നത്, ഏതൊക്കെ മാറ്റേഴ്സിൽ സെൻട്രലിന് നിയമം ഉണ്ടാക്കാം, ഏതൊക്കെ മാറ്റേഴ്സിന് സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം, ഏതൊക്കെ മാറ്റേഴ്സിൽ സെൻട്രലിന് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടാം, ഏതൊക്കെ മാറ്റേഴ്സിന് സ്റ്റേറ്റിന് സെൻട്രലിന്റെ കാര്യത്തിൽ ഇടപെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 11-12 പറയുന്നത്. ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 300 വരെയുള്ള ആർട്ടിക്കിളിൽ ഈ ഒരു കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. പാർട്ട് 13 വരുമ്പോൾ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, നമ്മുടെ രാജ്യത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ കച്ചവടം നടത്തുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രൊവിഷൻസ്, കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കച്ചവടം നടത്തുന്നതിനുള്ള അധികാര പരിധി, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് പോയി കച്ചവടം നടത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ ടാക്സുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ കുറെ മാറ്റേഴ്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 14 വരുമ്പോൾ സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, UPSC, സ്റ്റേറ്റ് PSC, അതായത് IAS, IPS, IRS അങ്ങനെയുള്ള ഉദ്യോഗങ്ങളെ പറ്റിയും ആ ഉദ്യോഗസ്ഥരുടെ ടേൺ ഓവർ, എത്ര നാളാണ് ഒരു തവണ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര നാള് ആ ഒരു സർവീസിൽ നിൽക്കും, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെയുള്ള പാർട്ടുകളിൽ ഇലക്ഷൻ ട്രൈബ്യൂണൽ, ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ നടത്തുന്ന ബോഡി, അവരുടെ കോമ്പോസിഷൻ. ഇപ്പൊ നിലവില് ഇന്ത്യയില് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 3 അംഗ ബെഞ്ചാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, 2 അതർ മെമ്പേഴ്സും ഉണ്ടാകും. പിന്നെ ട്രൈബ്യൂണൽ, ഓരോ സ്പെസിഫിക് കേസുകൾ പരിഗണിക്കാൻ വേണ്ടി ഓരോ ചില കോസി ആയിട്ടുള്ള ജുഡീഷ്യൽ ബോഡീസ് ഉണ്ടാവും. ജുഡീഷ്യറി ബോഡി ആണെങ്കിലും എന്ന ജഡ്ജിമാര് മാത്രമായിരിക്കില്ല അവിടെ പ്രിസൈഡിങ് ഓഫീസറായി ഉണ്ടാവുക കേസുകൾ കേൾക്കാൻ. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ടാവും, അതായത് കളക്ടർമാരോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരോ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കോടതികളെയാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഫുള്ളി കോർട്ടല്ല, എന്നാൽ കോടതിയാണ്, എന്നാൽ കോടതിയുടെ അകത്ത് ജഡ്ജിമാരല്ലാത്ത ആളുകളും അതിന്റെ പാർട്ടാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് ഈ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത്. ഓരോ സ്പെസിഫിക് മാറ്റർ കേൾക്കാൻ വേണ്ടിയും ഓരോ ട്രൈബ്യൂണൽ ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ മാറ്റർ കേൾക്കാൻ ഇലക്ട്രിസിറ്റിയുടെ ട്രൈബ്യൂണൽ, അങ്ങനെ ഓരോരോ ട്രൈബ്യൂണൽസ് ഉണ്ട്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ്, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാ, ഇന്ത്യക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഹിന്ദി ഉൾപ്പെടെ 22 ലാംഗ്വേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം.
എമർജൻസി പ്രൊവിഷൻസ് പാർട്ട് 18 പറയുന്നത് എമർജൻസി പ്രൊവിഷൻസിനെ പറ്റിയാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിലായിട്ട്. അപ്പൊ ഈ പാർട്ട് 18 പറയുന്നത് എന്താ? ദേശീയ അടിയന്തരാവസ്ഥ. നമ്മുടെ രാജ്യത്ത് വല്ല പ്രശ്നങ്ങളോ കലാപങ്ങളോ നടക്കുമ്പോൾ രാജ്യത്ത് മൊത്തത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രമായിട്ടോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അത് എപ്പോഴായിരിക്കണം, എങ്ങനെ പ്രഖ്യാപിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. പാർട്ട് 18 അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, അതും പോയിന്റ് ഔട്ട് ചെയ്യാം. ആർട്ടിക്കിൾ 19 മിസ്ലേനിയസ്. ഇങ്ങനെ ജനറലി ടോപ്പിക് ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കുറെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 361 മുതൽ 67 വരെയും പറയുന്നത്. ആർട്ടിക്കിൾ പാർട്ട് 20 അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ എങ്ങനെ വരുത്തണം, ഇന്ത്യൻ ഭരണഘടനയിൽ അഡീഷണലി പുറത്തുനിന്ന് എന്തെങ്കിലും ചേർക്കണം അല്ലെങ്കിൽ ഉള്ള ഭാഗത്ത് എന്തെങ്കിലും കളയണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. പ്ലീസ് നോട്ട്, ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. പാർട്ട് 20 എന്നുള്ള പാർട്ടാണ്. ആർട്ടിക്കിൾ 368 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ടെമ്പററി സ്പെഷ്യൽ പ്രൊവിഷൻസ്, ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമുള്ള കുറച്ച് അധികാരങ്ങളെ പറ്റിയാണ് പാർട്ട് 21 പറയുന്നത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേര് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പാർട്ട് 22 പറയുന്നത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകളിൽ നമുക്ക് ആകെ മൊത്തം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത്ര പാർട്ട് ഉണ്ട്. ഓരോ പാർട്ടിലും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നാൽ അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമൊന്നുമല്ല. ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റം വരുത്താനുള്ള അധികാരം അതെവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, അത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 20 പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് മാറ്റം വരുത്താൻ അധികാരം ഉണ്ടെന്നുള്ളത്. ദേശീയ തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യക്കാരാണ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയാണ്. പാർട്ട് 18 അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ഒരു ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഈ ഒരു ഡിസ്കഷനിലൂടെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോ ഈ സെഷൻ ഈ പാർട്ടോടുകൂടി കൺക്ലൂഡ് ചെയ്യാനാണ്. അടുത്ത സെഷൻ മുതൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. വെരി വെരി എസെൻഷ്യൽ ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ. ഒരുപാട് മൗലിക അവകാശങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ 4ാമത്തെ സെഷൻ തീരുന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സെഷൻസിന്റെ അകത്ത് എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ ഇതുവരെയും പഠിച്ച് മനസ്സിലാക്കി വരിക. പാർട്ട് നമ്മൾ 22 പാർട്ടിൽ ജനറലി എന്താ പറയുന്ന നോക്കി. ഇതെല്ലാ പാർട്ടും മനസ്സിലാക്കണം എന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. അത് വേണമെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോ. പാർട്ട് 20 പഠിക്കുക, പാർട്ട് 18 പഠിക്കുക, പാർട്ട് 17 പഠിക്കുക, പാർട്ട് 15 പഠിക്കുക, പിന്നെ പാർട്ട് 18 പഠിക്കുക, 13 പഠിക്കുക, പിന്നെ പാർട്ട് 5, 6 പഠിക്കുക. 5, 6 യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ പാർട്ട് 1, 2, 3, 4 പഠിക്കുക. ഇത്രയും പാർട്ടുകളാണ് ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റിൽ നോക്കി വെക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പറയുന്ന പാർട്ടും സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന പാർട്ടും പാർട്ട് 4 ഒക്കെയാണ്. ഇതെല്ലാം ജനറലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലികാവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. 3ാമത്തെ പാർട്ടിലാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണെന്ന് പറയാൻ പറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. സോ ഹിയർ വി കൺക്ലൂഡ്. അടുത്ത 5ാമത്തെ സീരീസിനകത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.